നമസ്കാരം, ഞാൻ ഡോക്ടർ അഞ്ജിത. ഇന്ന് നമ്മൾ വിശദമായിട്ട് നോക്കാൻ പോകുന്നത് കഫ്നിൽ, എലമെന്റ്സ് വെൽനെസിന്റെ കഫ്നിലാണ്. അപ്പൊ പേരിൽ തന്നെ ഉണ്ട്. എന്തിനാണ് ഈ പ്രൊഡക്റ്റ്? കഫ് നില്ലാണ് അല്ലെ, ചുമയെ ഇല്ലാതാക്കുന്നത്, ചുമയ്ക്കുള്ള ഒരു പരിഹാരമാണ് ഈ ഒരു പ്രൊഡക്റ്റ്. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ചുമ ഉണ്ടാകുന്നത്? അതിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒന്നാണ് അലർജിക് റിയാക്ഷന്റെ ഭാഗമായിട്ട്. പെട്ടെന്ന് ഇപ്പൊ നമ്മൾ പറഞ്ഞ് ചുമയ്ക്കുന്നത് എന്തുകൊണ്ടാണ്? എന്തോ ഒന്ന് ഇപ്പം എന്തെങ്കിലും ഒരു ഡസ്റ്റ്, എന്തെങ്കിലും ഒരു പൊടി പടലങ്ങളോ എന്തെങ്കിലും ഒന്ന് നമ്മളുടെ മൂക്കിലൂടെയോ അല്ലെങ്കിൽ വായിലൂടെയോ എന്തെങ്കിലും ഒന്ന് കയറുമ്പോഴാണ് നമ്മൾ അതിനെ പുറത്തേക്ക് കളയാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചുമയ്ക്കുന്നത് അല്ലേ. അപ്പൊ ആ ഒരു ഫോഴ്സിൽ എന്താകുന്നുണ്ട്? അത് പുറത്തേക്ക് പോകുന്നുണ്ട്. രണ്ടാമതായിട്ടുള്ളതാണ്, നമുക്ക് പലപ്പോഴും ജലദോഷത്തിന്റെ കൂടെ ഈ ചുമ വരാറുണ്ട് അല്ലെ. അപ്പൊ ഈ ജലദോഷം നമുക്ക് മാറുമായിരിക്കും, പക്ഷെ ചുമ മാറാനായിട്ട് കുറച്ച് കാലതാമസം എടുക്കും അല്ലെ. ഇനിയും അടുത്തതായിട്ടുള്ളതാണ് ചെസ്റ്റ് ഇൻഫെക്ഷൻസിന്റെ ഭാഗമായിട്ട് നമ്മൾക്ക് ചുമ ഉണ്ടാവാറുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് മെയിൻ ആയിട്ടുള്ള റീസൺസ്. ഈ അലർജിക് റിയാക്ഷൻസിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന ചുമ എങ്ങനെയാണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പം ഈ അലർജൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു നമ്മളുടെ ശരീരത്തിന് വേണ്ടാത്ത ഒരു ഫോറിൻ ബോഡിയാണ്, നമ്മളുടെ ശരീരത്തിന് അറിയാത്ത ഒരു വസ്തുവിനെയാണ് നമ്മൾ അലർജൻ എന്ന് വിളിക്കുന്നത്. അതൊരു പക്ഷേ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ ശരീരത്തിനകത്തേക്ക് വരുന്നതാകാം, അല്ലെങ്കിൽ നമ്മൾ ശ്വസിക്കുന്ന വായുവിലൂടെ നമ്മളുടെ ശരീരത്തിന്റെ അകത്തേക്ക് വന്നതാകാം. അപ്പൊ ഇത്തരത്തിൽ ഉള്ള ഈ ഒരു അലർജൻ അല്ലെങ്കിൽ ആ ഒരു ഫോറിൻ ബോഡി ശരീരത്തെ സംബന്ധിച്ചിടത്തോളം പുതിയ ഒന്നാണ്. അപ്പൊ ശരീരം എന്താ ശ്രമിക്കുക? എത്രയും വേഗം ഇതിനെ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് കളയുക എന്നുള്ളത്. അതിനായിട്ട് നമ്മളുടെ ശരീരം എപ്പോഴും വിജിലന്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അതിനുവേണ്ടി കുറേ ഗ്രൂപ്പ് ഓഫ് കോശങ്ങൾ നമ്മളുടെ ശരീരത്തിൽ ഉണ്ട്. അതിലൊന്നാണ് മാസ്റ്റ് സെൽസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ മാസ്റ്റ് സെൽസ് എപ്പോഴും വിജിലന്റ് ആയിട്ടിരിക്കും. എന്തെങ്കിലും തരത്തിലുള്ള ഒരു അലർജൻ വരികയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഹിസ്റ്റമിൻ എന്ന് പറയുന്നതിന്റെ സെക്രീഷനാണ്, ഹിസ്റ്റമിന്റെ ഉൽപാദനമാണ് നടക്കുന്നത്. ഈ ഹിസ്റ്റമിന്റെ സെക്രീഷന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള പല അലർജിക് സിംറ്റംസും നമ്മൾക്ക് കാണുന്നത്. ഉദാഹരണത്തിന് തൊലിപ്പുറത്തുണ്ടാകുന്ന ചൊറിച്ചില്, നന്നായിട്ട് ചുമന്ന് വരിക, തുമ്മല് വരിക, ജലദോഷം ഉണ്ടാവുക, ഇതൊക്കെ അലർജിക് റിയാക്ഷൻസിന്റെ ഭാഗമായിട്ട്, അതായത് ഹിസ്റ്റമിൻ റിലീസ് ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് ഉണ്ടാകുന്നത്. മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള സൊല്യൂഷൻസിന്റെ പലപ്പോഴും ഉള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് അത് നമ്മൾക്ക് ഉറക്കം ഉണ്ടാക്കുന്നു, സ്ലീപ്പ്. പലപ്പോഴും അല്ലെ, പല ഇതും കഴിക്കുമ്പോഴത്തേക്കും ആ രോഗി നല്ലോണം നേരത്തേക്ക് ഉറങ്ങുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മളുടെ മൂക്കിനെയൊക്കെ ഡ്രൈ ആക്കുന്നതായിട്ടുണ്ട്. പലതരത്തിലുള്ള സൈഡ് എഫക്ട്സ് ഉണ്ടാവാനുള്ള ചാൻസസും ഉണ്ട്. അപ്പം ഈ ഒരു അവസ്ഥയിലാണ് നമ്മളുടെ എലമെന്റ്സ് വെൽനെസ് കഫ് റിലീവിംഗ് ഫോർമുലയുമായിട്ട് വന്നിട്ടുള്ളത്. ഇതിൽ എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഇതിൽ തുളസി നമുക്കറിയാം. നമ്മൾ തന്നെ എപ്പോഴും വീടുകളിൽ അല്ലെ എന്തെങ്കിലും ഒരു പനിയോ ജലദോഷമോ തുമ്മലോ ചുമയോ ഒക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ വെച്ച് കഴിക്കുന്ന ഒരു കഷായത്തിൽ മെയിൻ ആയിട്ടുള്ളതാണ് തുളസി എന്ന് പറയുന്നത്. അപ്പൊ തുളസിക്ക് ഒരു എക്സ്പെക്ടോറന്റ് ആയിട്ടുള്ള ഒരു ആക്ഷൻ ഉണ്ട്. പലപ്പോഴും ഈ ചുമ ഉണ്ടാകുന്നതിന്റെ കാരണം നമ്മളുടെ ശ്വാസകോശത്തിൽ അല്ലെങ്കിൽ ആ ഒരു വിൻഡ് പൈപ്പിൽ കഫം അടിഞ്ഞുകൂടാറുണ്ട്. അപ്പൊ കഫത്തെ നമ്മൾ പുറത്തേക്ക് കളയണം. അതിന്റെ കൂടെ തന്നെ ആന്റി ബാക്ടീരിയൽ കർമ്മവും കൂടി വേണം അല്ലെ. ബാക്ടീരിയാസ് ഒക്കെ അവിടെ വളരാനായിട്ടുള്ള ചാൻസസ് അധികമാണ്. അപ്പൊ ഈ ഒരു കർമ്മങ്ങളൊക്കെയാണ് തുളസി ചെയ്യുന്നത്. അടുത്തതാണ് ആടലോടകം ഇതുപോലെ തന്നെയാണ്, ഒരു എക്സ്പെക്ടോറന്റ് ആയിട്ടുള്ള ഒരു കർമ്മമാണ്. അടിഞ്ഞുകൂടി ആ കഫത്തെ പുറത്തേക്ക് കളയാനായിട്ട് സഹായിക്കുന്നു. പിന്നീട് ഇരട്ടിമധുരം, അത് കുറച്ചുകൂടി കണ്ഠ്യമാണ്. പലപ്പോഴും നമ്മൾക്ക് ഈ ചുമ വരുമ്പോഴത്തേക്കും ടോൺസിലൈറ്റിസ്, അതായത് ടോൺസിൽസിൽ ഉണ്ടാകുന്ന വീക്കവും ഒക്കെ അനുബന്ധമായിട്ടാണ് കാണാറുള്ളത്. അപ്പൊ ഇതിനൊക്കെ നമ്മൾ അഡ്രസ് ചെയ്യണം. അല്ലെങ്കിൽ ഈ ചുമയുടെ ബാക്കി പത്രമായിട്ട് വരാൻ പോകുന്ന ടോൺസിലൈറ്റിസിനെയും ഒക്കെ നമ്മൾ അഡ്രസ് ചെയ്യണം അല്ലെ. അപ്പൊ ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇരട്ടി മധുരം ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇരട്ടി മധുരം കണ്ഠ്യമാണ്, അതായത് തൊണ്ടയ്ക്ക് വളരെ നല്ലൊരു ആക്ഷൻ ആണ് ഇത് തരുന്നത്. ഇപ്പം നല്ലൊരു സൗണ്ടിന് വേണ്ടിയിട്ട് പലപ്പോഴും ഈ ഗായകരൊക്കെ പാട്ടുകാരൊക്കെ എന്ത് ചെയ്യാറുണ്ട്? ഇരട്ടി മധുരം ചൂർണം വെച്ചിട്ട് ഗാർഗിൾ ചെയ്യാറുണ്ട്. അപ്പൊ അതിൻ്റെയൊക്കെ ഉദ്ദേശം എന്ന് വെച്ചാൽ നമ്മളുടെ തൊണ്ടയ്ക്ക് നല്ലതാണ്, നല്ല ഒരു സൗണ്ട് പ്രൊഡക്ഷനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് ഇരട്ടി മധുരം. അടുത്തതായിട്ടുള്ളതാണ് തിപ്പലി എന്ന് പറയുന്നത്. അപ്പൊ തിപ്പലിക്ക് യോഗവാഹി പ്രോപ്പർട്ടി ആണുള്ളത്. അതായത് എന്തിന്റെ കൂടെയാണോ ഇത് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്, ആ ഉപയോഗിച്ചതിന്റെ എഫക്റ്റ്
ഒന്ന് ഇരട്ടിക്കാനായിട്ട് സഹായിക്കുന്നതാണ് തിപ്പലി. അതിനു പുറമെ ഇത് നല്ല ഒരു തീക്ഷ്ണമായിട്ടുള്ളതാണ്, അതായത് നമ്മളുടെ ഡൈജസ്റ്റീവ് ഫയറിനെയൊക്കെ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നതാണ്. ഈ ചുമയ്ക്കും ജലദോഷത്തിനും പനിക്കും ഒക്കെ കാരണമായിട്ട് ആയുർവേദം പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ദഹിക്കാതെ കിടക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളാണ്. അതിനെയാണ് നമ്മൾ ആമം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ ഒരു ആമപാചനം, ആ ദഹിക്കാതെ കിടക്കുന്ന അത്തരത്തിലുള്ള ഭക്ഷണങ്ങളെ കൃത്യമായിട്ട് പചിപ്പിക്കണം. അതിനായിട്ട് എന്തിൻ്റെ ആവശ്യമുണ്ട്? കൃത്യമായിട്ടുള്ള ഒരു ഡൈജസ്റ്റീവ് ഫയർ അല്ലെങ്കിൽ ഒരു അഗ്നിയുടെ, ജഠരാഗ്നിയുടെ ആവശ്യമുണ്ട്. അപ്പോൾ ഈ ഒരു ജഠരാഗ്നി വർദ്ധിപ്പിക്കുക എന്നിങ്ങനെയുള്ള കർമ്മമാണ് തിപ്പലി ചെയ്യുന്നത്. പിന്നീട് ഇതിൽ കണ്ടകാരി ചുണ്ട അടങ്ങിയിട്ടുണ്ട്. കണ്ടകാരി ചുണ്ടയും ഇതേപോലെ തന്നെ ആ ഒരു കഫത്തെ പുറത്തേക്ക് കളയാനായിട്ട് സഹായിക്കുന്നതാണ്. പിന്നീട് ഇതിൽ ഷഡിയുണ്ട്. ഷഡി ആൻറ്റി അലർജിക് ആയിട്ടുള്ള ഒന്നാണ്. ആ അത്തരത്തിൽ ഉണ്ടാകുന്ന ആ ഒരു അലർജിക് റിയാക്ഷൻസിനെയും കൂടി ഒരു പരിഹാരം നൽകുക എന്നതിന് വേണ്ടിയിട്ടാണ് ഇതിൽ ഷഡി ചേർത്തിട്ടുള്ളത്. ചെസ്റ്റ് ഇൻഫെക്ഷൻസിന്റെ ഭാഗമായിട്ട് വരുന്ന ചുമയ്ക്ക് നമുക്കിത് നിർദ്ദേശിക്കാം, പക്ഷേ വളരെ ശ്രദ്ധാപൂർവ്വം ആയിരിക്കണം. അപ്പം മോണിറ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. കൂടുതൽ ഇൻഫെക്ഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾക്കത് തിരിച്ച് റിക്കവറി ചെയ്യാൻ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി പ്രയാസമാണ്. അപ്പോൾ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്നിരുന്നാലും കുറച്ചുകൂടി കൂടുതൽ ആക്ഷൻ ഇതിന് അലർജിക് ആയിട്ടുള്ള ചുമയ്ക്ക് അല്ലെങ്കിൽ കാലാവസ്ഥയ്ക്ക് ഉണ്ടാകുന്ന വ്യതിയാനം മൂലം നമുക്ക് പനിയും ജലദോഷവും ചുമയും ഒക്കെ ഒരുമിച്ച് വരാറുണ്ട്. അത്തരത്തിലുള്ള കണ്ടീഷൻസിലൊക്കെയാണ് ഇത് കുറച്ചുകൂടി നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നത്, ഇതിന്റെ ആക്ഷൻ. അപ്പം നമ്മൾക്ക് ഇതൊക്കെ എപ്പം വരും എന്ന് പറയാൻ പറ്റില്ല അല്ലെ. അതുകൊണ്ട് നമ്മളുടെ ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ കരുതാവുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് എലമെന്റ്സ് വെൽനെസിന്റെ കഫ്നിൽ. ഇനി ഇതിന്റെ ആക്ഷന് നമ്മൾ മൊത്തത്തിൽ ഒന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ ആന്റി ബാക്ടീരിയൽ കർമ്മങ്ങളുണ്ട്, അതായത് ബാക്ടീരിയക്കെതിരെ ഇത് പ്രവർത്തിക്കുന്നുണ്ട്. ആന്റി അലർജിക് കർമ്മങ്ങളുണ്ട്. നമ്മളുടെ തൊണ്ടയ്ക്ക് ഉണ്ടാകുന്ന ആ ഒരു ഇറിറ്റേഷനുള്ള ഒരു പരിഹാരമുണ്ട്. തൊണ്ടയ്ക്ക് കുറച്ചുകൂടി നല്ലൊരു എഫക്റ്റ് തരുന്ന ഒന്നാണ് നമ്മളുടെ ഈ പ്രൊഡക്റ്റ്. അതോടൊപ്പം രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു. ഇനി ഇത് ആർക്കൊക്കെയാണ് നിർദ്ദേശിക്കേണ്ടത്? 5 വയസ്സിനും 65 വയസ്സിനും പ്രായത്തിനിടയിലുള്ളവർക്കുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മളുടെ കഫ്നിൽ. ഇത് ഒരിക്കലും ന്യൂമോണിയ, അതുപോലെ തന്നെ TBയുടെ ഭാഗമായിട്ട് ആഴ്ചകളോളം മാസങ്ങളോളം നിൽക്കുന്ന ചുമയ്ക്കുള്ള ഒരു പരിഹാരമല്ല. അതുപോലെ തന്നെ ഡ്രൈ ആയിട്ടുള്ള സോർ ത്രോട്ടിന് അത്തരത്തിലുള്ള കണ്ടീഷൻസിലും നമ്മൾക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് പാടില്ല. ഇനി നിർത്താതെയുള്ളൊരു ചുമ, ഒരാഴ്ചയായിട്ടും നിർത്താതെ ചുമച്ചുകൊണ്ടിരിക്കുക, അങ്ങനെയുള്ള കണ്ടീഷൻസിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനായിട്ട് നിർദ്ദേശിക്കുക. കാരണം പലതരത്തിലുള്ള മറ്റ് വ്യാധികളുടെ ഭാഗമായിട്ടും ഇത്തരത്തിൽ ചുമ ഉണ്ടാകാം. അപ്പോൾ അതിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത് ചുമയ്ക്ക് നമുക്ക് നൽകാവുന്നതാണ്. അപ്പോൾ കൃത്യമായിട്ട് നോക്കുക, ഒരാഴ്ചയായിട്ട് കുറയുന്നുണ്ടോ, അതിന്റെ തോത് കുറയുന്നുണ്ടോ, ഇല്ല എന്നുണ്ടെങ്കിൽ ഡോക്ടറെ കാണാനായിട്ട് അവരോട് നിർദ്ദേശിക്കുക. ഇതിന്റെ ഡോസ് 1 to 2 ടീസ്പൂൺ ആണ് ആഫ്റ്റർ ഫുഡ്. അപ്പൊ ഇത് വളരെ സ്വീറ്റ് ആയിട്ടുള്ളതാണ്, അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് നല്ലതാണ്. ഈ രോഗികൾക്ക് ഒരു ഷുഗർ കണ്ടന്റ് ആഡ് ചെയ്തിട്ടില്ല. ഇത്രയാണ് നമ്മളുടെ കഫ്നിൽ കഫ് റിലീവിംഗ് ഫോർമുല. താങ്ക് യു.